ഇന്ന് ഞാനിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലെബനീസ് സ്റ്റൈൽ റൈസ് വെർമിസെല്ലി വിത്ത് ബീഫ് സ്പിനാച്ച് സ്റ്റ്യൂ. ആദ്യം എങ്ങനെയാണ് ലെബനീസ് സ്റ്റൈൽ റൈസ് വെർമിസെല്ലി ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 30 മിനിറ്റ്. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇവിടെ ഞാനൊരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് വെർമിസെല്ലി ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെർമിസെല്ലിയുടെ പാസ്തയാണ് എടുത്തത്. പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വെർമിസെല്ലി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റൈസ് സെപ്പറേറ്റ് ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 3 to 4 മിനിറ്റ്സ് എങ്കിലും ടൈം എടുക്കും. ഇപ്പോൾ നമ്മുടെ റൈസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച 2.25 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് വെർമിസെല്ലിക്ക് 1/2 കപ്പ് വെള്ളം, അതുപോലെ 1 കപ്പ് ബസ്മതി അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന പ്രപ്പോർഷനിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഫോർക്ക് വെച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിന്റെ കൂടെ ഗീ റൈസിന്റെ കൂടെ കഴിക്കുന്ന ഏത് കറി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ലെബനീസ് സ്റ്റൈൽ ബീഫ് സ്പിനാച്ച് സ്റ്റ്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 250 ഗ്രാം ബോൺലെസ് ബീഫ് എടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്യണം. 1 കപ്പ് ചീര അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, ഒരു പകുതി ചെറുനാരങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ ഞാനൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. അത് ഏകദേശം കളർ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയോടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളകിന്റെ പൊടി, ഗരം മസാലയുടെ പൊടി, നല്ല ജീരകത്തിന്റെ പൊടി, കുരുമുളകിന്റെ പൊടി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല ബീഫിൽ കോട്ടാവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബീഫ് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് 6-7 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചതായിരുന്നു. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 1 കപ്പ് ചീര ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിത് സിമ്മാക്കി വെക്കണം. ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.